ഹലോ. എന്താണ് വിശേഷം? സുഖല്ലേ? നിനക്ക് നിങ്ങളുടെ പേര് ഞാൻ മറന്ന ലൈറ്റ്സ് ഗെയിമിംഗ് റൈറ്റ്? എന്താണ് പരിപാടി? ഒന്നുമല്ല, ഇങ്ങനെ ആൾക്കാരെല്ലാം കണ്ട് സംസാരിക്കാൻ. ശരി, കൊള്ളാം. ഞാൻ കാണാറുണ്ട് ഇടയ്ക്ക് ഒരു അമ്മാവന്മാര് കിഴയും പൊട്ടിയിട്ട് അല്ലേ? ഈ സൈറ്റ് വലിയ കുഴപ്പമില്ല. അയ്യോ, അതിലൊന്നും കേറിയ ഇതെന്ന് പറയുമ്പോ വിഷയമില്ല. നിങ്ങൾ മറ്റേ ടാഗ് യൂസ് ചെയ്ത് കയറിയാൽ മതി. നമ്മുടെ കേരള ടാഗ് യൂസ് ചെയ്ത്. എനിക്കറിയില്ല കേട്ടോ യൂസ് ചെയ്യണം. ഞാൻ ഒന്നും ഇല്ല. അല്ല ചേച്ചി, മറ്റേ വീഡിയോ ചാറ്റ് ഓപ്ഷൻ വരുമല്ലോ ഫസ്റ്റ് കയറുമ്പോ, അതിന്റെ താഴെ ഒരു പ്ലെയിൻ ആയിട്ട് ഓപ്ഷൻ, അതിൽ ടാഗ് കൊടുക്കാം. നമ്മുടെ ഒമേഗൾ പോലെ തന്നെ പണ്ടത്തെ. കേരള മലയാളം കൊടുത്താൽ കേരളം മാത്രം വരത്തുള്ളൂ. അതെ ഗൈസ്, ലൈറ്റ്സ് തന്നെ. ഞാനും ചെറിയ ലൈവിലാ. പിന്നല്ല, നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല. സോ സാഡ്. എടാ, ഞാൻ നിന്റെ റീല് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ റീല് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നിന്റെ ഫേസ്, നിന്റെ സൗണ്ട് എനിക്ക് ഫെമിലർ ആയിട്ട് തോന്നുന്നു. വെയിറ്റ് നോക്ക്. എടാ, എനിക്ക് തോന്നുന്നു ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്. ഈ പേര് ഫെമിലർ ആണ്. അത് ഗെയിംസ് ഒന്നും കളിക്കാറില്ല, ഇടയ്ക്കിടയ്ക്ക്. ഞാൻ ആർ പി എന്തെങ്കിലും കളിക്കാം. പക്ഷെ ഇതിലൊന്നും എടുത്തില്ല കേട്ടോ. അതിൽ ഒമേഗൾ മാത്രം. പിന്നല്ല, എന്റെ ഒറിജിനൽ നെയിം അതാ. അതെങ്ങനെ? അങ്ങനെ ഓ ഗൈസ്, 358 വാച്ചിങ്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോ, സെറ്റാക്കാം. എടി ചേച്ചി, എനിക്കും ഞാനൊരു ഫേസ്ലെസ് യൂട്യൂബർ ആയിരുന്നു നേരത്തെ, മനസ്സിലായ? അല്ല, അത് ചാനലുണ്ട്. അതൊരു 300 ചാനലുണ്ട് എന്റെ കയ്യില്. എങ്ങനെ? അതുണ്ടല്ലോ. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാ റീയൂസർ കണ്ടന്റ് കിട്ടി. അത് കുറച്ച് മൂഞ്ചി. അത് ഞാൻ കുറച്ച് പണി കാണിച്ചു. അതെന്നാന്ന് വെച്ചാൽ എഡിറ്റിംഗ് ആയിരുന്നു. ഈ ആനിമി ഉണ്ടല്ലോ, അത് എഡിറ്റിംഗ് ആയിരുന്നു. അത് ആനിമി മറ്റേ ഇഷ്യൂ ആയിട്ട്, മൂവിന്റെ ഇഷ്യൂ ആയിട്ട് അങ്ങനെ ഇതായി. അത് കുഴപ്പമില്ല, അത് 1 മാസം കഴിഞ്ഞാൽ കറക്റ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് തുടങ്ങി, ഇതിപ്പോ സെറ്റായി. എല്ലാം 1 മാസമായുള്ളൂ. മോണിറ്റൈസേഷൻ ആയി. ഞാൻ ഇൻസ്റ്റൈഡ് തരാം, നോക്ക്. അപ്പൊ ചെലപ്പോ മനസ്സിലാവും. എടാ, എന്റെ ഫോണില് ഈ ഫോൺ, എനിക്ക് വേറൊരു ഫോൺ ഉണ്ട്. ആ ഫോണും കൊണ്ട് ഏട്ടൻ പിന്നെ ജിമ്മിൽ പോയി. ഈ ഫോണിൽ ഇൻസ്റ്റ ഇല്ല എനിക്ക്. പക്ഷെ നീ ഐഡി താ, ഞാൻ വെച്ചോളാം. ഐഡിയ അല്ല, വേണമെങ്കിൽ ഫോളോ വെക്കണം എന്ന്. നല്ല കാര്യമായിരിക്കാം. അതാടാ ഞാൻ പറഞ്ഞേ. എന്റെ ഇതില് ഇൻസ്റ്റ ഇല്ല. വീട്ടിൽ എന്റെ ഫോണും കൊണ്ട് ഏട്ടൻ പോയിട്ടില്ല ജിമ്മിൽ. അതിലാണ് ഐഡി ഇല്ല. ഇപ്പൊ എത്ര ലൈവ് എത്തുന്ന? ഞാൻ തുടങ്ങിട്ട് എത്രയാവുള്ളൂ? 1 മണിക്കൂർ ആയിട്ടുണ്ടാവില്ല. ഇതാട്ടോ ഐഡി. ഇതാണ്ടാ ഇല്ലേ? IG ആർട്ടിക് എന്നുണ്ട്. ഞാൻ ടൈപ്പ് ചെയ്ത് തന്നുണ്ട്. കാണുന്നുണ്ടോ? IG ആർട്ടിക്. ഞാനൊരു ഫോട്ടോ എടുത്ത് വെച്ചോളാം. അല്ല, അതെ മക്കളെ, ലൈറ്റ്സ് തന്നെ. നമ്മുടെ മമ്മൂന്റെ ചേച്ചി. അതെ. നിങ്ങൾ ചേച്ചി ഇപ്പൊ ഗെയിം എന്തെങ്കിലും കളിക്കുന്നുണ്ടോ? ഇല്ലല്ലേ? ഞാൻ ഗെയിംസ് ആണ് കളിച്ചോണ്ടിരിക്കുന്നത്. നേരത്തെ ഏതായിരുന്നു? നേരത്തെ എന്ത് ചെയ്യും? ഒരു 5 വർഷമായിട്ട് പബ്ജി, PC, GTA, അങ്ങനത്തെ സാധനങ്ങളൊക്കെ PC ഗെയിംസ് ലാസ്റ്റ് ഇയറിൽ കളിക്കാൻ തുടങ്ങി. അങ്ങനെ കൊള്ളാം. അതൊക്കെ തന്നെ. നീ എന്തൊക്കെയായിരുന്നു പരിപാടി? ഞാൻ നേരത്തെ ഫ്രീ ഫയർ ആയിരുന്നു. എനിക്ക് പിന്നെ മനസ്സിലായി, ഇപ്പഴത്തെ ഫീൽഡിൽ ഗെയിമും കൊണ്ട് നടന്നപ്പോ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് എന്തെന്ന് വളരാൻ പറ്റും അതങ്ങ് ചെയ്ത് അത്രയുള്ളൂ. പിന്നെന്ത് അങ്ങനെ. അല്ല, എന്റെ പേര് അതെ. എന്നാലും ഇങ്ങനെ പറഞ്ഞ് മറ്റേ എന്തേലൊക്കെ ചുമ്മാ പറഞ്ഞ അല്ല, അതൊക്കെ ഉണ്ട്. ഐ ഹാവ് സൂപ്പർ പവേഴ്സ്. അതിനെ പറ്റിയാണ് ഞാൻ ഇവിടെ സംസാരിച്ചോണ്ട്. ഐ ക്യാൻ സീ അൺനാച്ചുറൽ തിങ്സ്. സ്ഥലം പറ. സ്ഥലം പറയാൻ പെട്ടെന്ന് വരില്ല. മുഖം കണ്ട് പേര് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത്ര പേരുള്ള സ്റ്റേജിൽ എത്തിയിട്ടു. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ കുറച്ചുകൂടെ കറക്റ്റ് ആവും. അതെ. ഫേസിൽ തന്നെ ഫേസിൽ എന്തോന്നും ക്യൂട്ട്നെസ് ഉണ്ടല്ലോ കുറെ. ഞാൻ വെച്ച നിന്റെ പേര്, ഞാൻ അർജുനന്റെ പേര് മുഖം നോക്കി കണ്ടുപിടിച്ചോന്ന് പറഞ്ഞപ്പോ നീ നിന്റെ മുഖത്തിന് എന്തെങ്കിലും തൂത്ത് കളയുന്നത്. അത് കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് പറയാൻ മുഖത്തെ ക്യൂട്ട്നെസ് ഇരിക്കുന്നു. അയ്യോ, പിന്നെ ഞാൻ പാലക്കാട് ഉണ്ണിയാണ് നീ. അയ്യോ ആണ്ടി മകളെ, ഞാൻ പാലക്കാട് ആണ്ടി. എന്താണ് ഉണ്ണിയാണ് ചെയ്യുന്നത് അവിടെ?
അത് എനിക്ക് സത്യം പറയല്ലോ, എനിക്കൊന്നും അറിയില്ല. അത് ഇവിടെ ഞാൻ കാര്യം ഇവിടെ ഇവ പറയല് മാത്രമേ ഉള്ളൂ. ഈ പാലക്കാട് ഇങ്ങനെ ഭാഷ ശരിക്കും അങ്ങനെയൊന്നും അല്ല. ഈ പണ്ടത്തെ കുറച്ച് ഇപ്പൊ കാസർഗോഡിനെ എല്ലാരും പറയും, ഞാൻ കാസർഗോഡാണ്, കാസർഗോഡത്തെ നമ്മ പറയില്ല. അയ്യോ കാസർഗോഡാ, അവിടെ ഭാഷ സീനാണല്ലോ, ഒരു സിനിമയിലൊക്കെ ഉണ്ടല്ലോ. അതാ പറഞ്ഞേ, കാസർഗോഡ് സപ്തഭാഷ സംഗമഭൂമിയാണ്. ഓരോ സ്ഥലത്ത് ഓരോ ടൗണിൽ ഓരോ ലാംഗ്വേജ്. നമ്മ എന്താ തുളു കന്നഡ അടക്കൂടെ സംസാരിക്കും, മലയാളത്തിന് പുറമെ. ഇപ്പൊ നിങ്ങളിപ്പോ ഈയിടെ ഇപ്പൊ തന്നെയല്ലേ സ്ട്രീം ലൈക്ക് ഞാൻ കഴിഞ്ഞ വർഷം മുതൽ ചേച്ചി വല്ല സ്ക്രീനൊക്കെ എടുത്ത് വെച്ചോട്ടെ, ഇത്തിരി സീന. അത് ഞാൻ എപ്പോഴും ഏറ്റവും ആദ്യം ചെയ്തപ്പോ പണി കിട്ടി. മറ്റേ ഒരുത്തനെ എന്റെ അക്കൗണ്ട് ടെർമിനേറ്റ് ആക്കാൻ വേണ്ടി ആർട്ടിക് എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്തിട്ട് മറ്റേ വെർച്വൽ ക്യാം ഇട്ട് വരും. എന്റെ അമ്മ ഞാനത് മറ്റേ ഹൈഡ് ചെയ്തിട്ട് നിന്ന് പറഞ്ഞ് തന്തയ്ക്ക് നടക്കി ഇരുന്ന് വിളിച്ചു സമാധാനം. വേറെ ഒന്നും ചെയ്യാല്ല, അങ്ങനെയുള്ള കൊറേ എന്ത് കഷ്ടമാണ്. അല്ല അവന്റെ ഫോട്ടോ കിട്ടി നല്ലപോലെ പണിയാൻ പറ്റണമെങ്കിൽ പണിയാൻ. പരിപാടിക്ക് നിൽക്കരുതായിരുന്നു. വെച്ചാ അക്കൗണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യണം. ഇങ്ങനത്തെ പരിപാടി ഒന്നും കാണിക്കരുത്. തന്നില്ലാത്ത പരിപാടി. അതെ ശരിയാ, സ്വന്തമായിട്ടൊക്കെ നോക്കിയ പോരെ മയിലുകൾ. നമുക്ക് തകർക്കാൻ വേണ്ടി വരുന്നു. അയ്യോ ചായ കുടിച്ചാ? ഞാൻ ചായ കുടിച്ചില്ല. അവിടെ മഴയുണ്ടോ? ഇവിടെ മഴയുണ്ടോ ചോദിച്ചാ രാവിലെ മാത്രം പോയി. ഇപ്പൊ നല്ല മഴ, ഇപ്പൊ നല്ല ചൂടുണ്ട്. എന്താന്നറിയില്ല, ഈ വൈകുന്നേരം ആകുമ്പോ ഒടുക്കത്തെ ചൂടുണ്ട് ഇവിടെ. എനിക്ക് എന്താന്നറിയില്ല. പാലക്കാട് മണ്ണാർക്കാടല്ല, നെന്മാറ അറിയോ? ചേച്ചിനെ കൊന്ന സ്ഥലം. പക്ഷെ അത് ഞങ്ങളുടെ അവിടെ നല്ല ലോങ്ങാ. പക്ഷെ നെന്മാറ വേലയൊന്നും അറിയില്ല ഇപ്പോ. ഒരു വലിയ ഉത്സവല്ലേ? അതെ നല്ല വെടിക്കെട്ടൊക്കെ ചെയ്ത് കണ്ടിട്ടില്ല, പക്ഷെ കേട്ടിട്ടുണ്ട് കൊറേ. ഒരിക്കൽ വാ അങ്ങോട്ട് പോവാ നെന്മാറ വേല. പിന്നെ അല്ല, കഴിഞ്ഞ വർഷം എന്തോ ഒരു മത്സ്യകന്യകയുടെ വീഡിയോ കണ്ടായിരുന്നു. നിങ്ങൾ അവിടെ ഇല്ല മത്സ്യകന്യക? പോയിട്ട് അവിടെ മറിയം വേൾഡ് ആയിരിക്കും. അങ്ങനെ അത് ഇപ്പൊ ഇനി എന്റെ പരിപാടി എന്ത്? ഇനി എപ്പ നിർത്തും സ്ട്രീമൊക്കെ? അങ്ങനൊന്നുമില്ലടാ, ഇങ്ങനെ വൈബ് പോകുമ്പോ മടുപ്പാകുമ്പോ അതൊക്കെ അത്രേ ഉള്ളൂ. സെറ്റ്. ഞാൻ ഒരു 6 മണി തൊട്ട് ഒരു 10 മണി വരെ ചെയ്യും. ഞാനല്ല ഒരു ആഴ്ചക്ക് 2 ദിവസം ലൈവ് വരും, എന്നിട്ട് 1.5 മണിക്കൂർ ഞാൻ കൺസിസ്റ്റന്റ് ചെയ്യും. എന്താ വെച്ച് കഴിഞ്ഞാ ഇപ്പൊ പഠിക്കാൻ വെക്കുന്നില്ല, എനിക്കൊന്നും വയ്യ, പഠിച്ചിട്ടൊന്നും കിട്ടാൻ പോകില്ല. എന്ത് പഠിക്കുവായിരുന്നു? ഞാൻ ഇപ്പൊ +1. ഞാൻ എന്നിട്ട് നൈസായിട്ട് അങ്ങ് വേണ്ട വെക്കല്ല, അഡ്മിഷൻ എടുത്തിട്ട് പിന്നെ പോയിട്ടില്ല. സ്കൂൾ കണ്ടിട്ടില്ല ഞാൻ. അതൊരു ഊള സ്കൂളാ, ഇവിടെ നല്ല ലോങ് ഉണ്ട്. 20 കിലോമീറ്റർ പോകണം, ബസ്സും കയറി പോണേ ടാസ്കാ. ഞാൻ ട്രാൻസ്ഫർ കൊടുത്തിട്ടുണ്ട്. ഞാൻ ബൈക്കും കൊണ്ട് പോകുന്നതിന് നിങ്ങളുടെ പേര് പറയാം. എന്നെ ഈ ചേച്ചി എനിക്ക് വണ്ടി തന്നേ പോലീസ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അതെ അതാ നല്ലത്. ആര് പഠിക്കാൻ പോണെന്ന് വെച്ചാൽ പഠിച്ചിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. എത്ര സർട്ടിഫിക്കറ്റ് ഓക്കെ. അതെ പക്ഷേ അത് ശരിയാ. അയ്യോ ഇന്ന് മറ്റേ നമ്മുടെ തൊപ്പിയേറ്റ കമ്പനിയുടെ ഇപ്പോ അല്ല പിന്നെ സെറ്റ്. ഞാൻ മിഞ്ഞാന്നൊക്കെയാണ് നിങ്ങൾ തൊപ്പി നിങ്ങളുടെ ഫോട്ടോ. ഞാൻ ഇപ്പൊ എനിക്ക് വരുന്ന ഫോട്ടോ ഒന്നും ആലോചിക്കരുത്. പഴയ ഫോട്ടോസോ? അതെ അല്ല, ഒരു ഹൈവേയിൽ ഇരുന്നിട്ട്. അത് നമ്മളിവിടെ കണ്ണൂര്. അതല്ലേ സെറ്റ്. കൊള്ളാം. ഞാൻ അന്നൊരിക്കൽ നിങ്ങളെ തപ്പല്ല കൂട്ടുകാരെന്ന് പറഞ്ഞ ലൈറ്റ്സ് ഉണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ കൊറേ ഇതിൽ നോക്കി കിട്ടിയില്ല. നിങ്ങൾ ടാഗ് യൂസ് ചെയ്യില്ലല്ലോ? ഇല്ലടാ, ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അറിയില്ലേനു. ഞാൻ ഇപ്പോഴും എന്റെ അടുത്ത് നീയല്ലേ പറഞ്ഞു നിനക്ക് കുറച്ച് അസുഖം ഉണ്ടായിരുന്നു. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാടാ, എനിക്ക് എന്തെങ്കിലും അൺനാച്ചുറൽ സാധനങ്ങൾ കാണുന്ന പോലൊക്കെ തോന്നുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ മെന്റലി ഡൗൺ ആയിട്ട് ഇരിക്കുന്നു. എനിക്ക് ഇങ്ങനെ പ്രേതത്തിനെല്ലാം കാണാൻ പറ്റുന്ന പോലെ കുറെ ദിവസമായിട്ട് ഞാൻ ഡെയിലി കാണും. ഞാൻ ഉറങ്ങുമ്പോ ഫുള്ള് സ്വപ്നം തന്നെയാ. ഉറങ്ങുമ്പോ അല്ലടാ, റിയൽ ലൈഫിൽ ഇങ്ങനെ നിക്കുമ്പോ ബാക്കെല്ലാം വന്ന് നിക്കുന്ന പോലെ തോന്നോടാ. ശരിക്കും ഇപ്പൊ കണ്ടിട്ടില്ല, കൊറേ മാസമായിട്ട് കാണുന്നുണ്ട്. കൂടെ ഒരു സാധനം പാഞ്ഞോണ്ട് പോയാ. ഇവിടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കല്ലേ, പൂച്ച പോലുമില്ല ഇവിടെ. ഇവിടെ കൂടെ ഒരു കുഞ്ഞു കിടക്കുന്ന സാധനം നടന്നു പോയില്ല കൂടെ. നൈറ്റ് ഒക്കെ ആവുമ്പോ നല്ലോണം ഗോസ്റ്റ് ഗെയിം ഒക്കെ കളിക്കാം, അപ്പൊ പേടിയൊക്കെ മാറും. പൊന്നു കുഞ്ഞു മൂത്രമൊഴിക്കാൻ ഞാൻ പുറത്തേക്ക് ഒറ്റയ്ക്ക്
പോവില്ല, ഞാൻ ഗെയിം കളിക്കാൻ പോകുന്നതാണ്. അയ്യോ കാര്യമായിട്ടു എന്റെ ഹസ്ബൻഡ് ഇല്ലാണ്ട് ഞാൻ പുറത്തേക്ക് മൂത്രിക്കാൻ വരെ പോവില്ല. എന്നോടാണ് ഗെയിം കളിക്കാൻ രാത്രി. ഞാൻ ലാസ്റ്റ് ഒരു കല്യാണം കഴിച്ചു, 6 വർഷമായിട്ട് പ്രേമിച്ച് കഴിഞ്ഞ വർഷം കല്യാണം കഴിച്ചു ഗെയിം കളിക്കാൻ വേണ്ടിട്ട്. എപ്പോ ഇതൊക്കെ എപ്പോ? കഴിഞ്ഞ വർഷം ലാസ്റ്റ്. നമ്മളറിഞ്ഞില്ലല്ലോ. ശരി, നിങ്ങളൊന്നും അറിയാം. അതെന്താന്ന് വെച്ചാല് പുള്ളിക്കാരൻ ക്യാമറയുടെ മുമ്പിൽ വരില്ല, അതുകൊണ്ട് ആർക്കും അറിയോലില്ലായിരുന്നു റിലേഷൻഷിപ്പിൽ. മറ്റേ നമ്മുടെ ബ്രൈറ്റ് ഫോക്സ് പോലെ ആദ്യം ബ്രൈറ്റ് ഫോക്സിന് മറ്റേ ബ്രൈറ്റ് ഫോക്സ് ഉണ്ടല്ലോ, അവളെ മാരീഡ് ഒന്നും അറിയത്തില്ലായിരുന്നു. അല്ല, എന്റെ മാരേജ് ഫോട്ടോസ് ഒക്കെ എന്റെ പ്രൊഫൈലുണ്ട് കേട്ടോ. അല്ല അത് ശരി. ചെക്കൻ ചുള്ളരാ? അല്ല പിന്നെ പറ്റിയ പാർട്ണറെ കിട്ടിയില്ലേ? അതൊക്കെ അത്രേ ഉള്ളു. ഇതില്ലേ ഇതാവുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടല്ലോ ഫോക്കസ് ആവുന്നില്ല ക്യാമറ. അത് ഈ ക്യാമറ അല്ല അയ്യോ അങ്ങനത്തെ ഒരു പ്രശ്നം. കൊള്ളാം. ഇപ്പൊ ചേച്ചി എത്ര വർഷമായി ഫീൽഡില്? ഞാനിവിടെ 6 വർഷം. യൂട്യൂബില്? പിന്നല്ല സെറ്റ്. അപ്പൊ ഹസ്ബൻഡ് എന്താ വർക്ക് എന്താ? ആളും കൊച്ചി തന്നെ, നമ്മൾ രണ്ടുപേരും കൊച്ചിയിലായിരുന്നു വർക്ക്. അങ്ങേർക്ക് പിടിച്ചൊരു യൂട്യൂബ് ചാനൽ തുടങ്ങ്. പുള്ളി ഉള്ളതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞ ഗെയിംസും പരിപാടിയൊക്കെ തുടങ്ങിയത്. ആള് പക്ഷെ ഒരു ആക്സിഡന്റ് പറ്റിട്ട് കൈന്റെ കൊച്ചിനൊരു ആക്സിഡന്റ് പറ്റി. അപ്പൊ കൈന്റെ ഇതൊക്കെ കുറച്ച് പൊട്ടി, കൈ നല്ലപോലെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല ഗെയിംസിന്. ചെറുതായി കൈ നേരെ മടങ്ങില്ല ഇപ്പൊ, അതുകൊണ്ട് ഒരു ചെറിയ പ്രശ്നം. പബ്ജി കളിക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം. കളിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ അത്ര മുമ്പത്തെ പോലെ അങ്ങനെ പറ്റുന്നില്ല. അപ്പൊ ആൾക്ക് തന്നെ ഭയങ്കര ഡിപ്രഷൻ പറ്റാതിരിക്കുമ്പോ. അത് ശരി, അങ്ങനെയാണ്. ഞാൻ പബ്ജി കളിച്ചായിരുന്നു കേട്ടോ ഒരു മാസം. ഞാൻ ലാപ്പിലാണ് കളിച്ചേ, നമ്മളെ മറ്റേ എമുലേറ്റർ യൂസ് ചെയ്തിട്ട്. പബ്ജി പിസിയോ? ഓക്കെ ഓക്കെ. ഹലോ, ഓക്കെ 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 ഓക്കെ. അമ്മേ ബ്രോ ടാഗ് പറയും. ടാഗ് കേരള മലയാളം ആർട്ടിക് FF. കേരള മലയാളം